ചിറ്റൂർ അണിക്കോട് തെക്കേ ഗ്രാമം വിളയോടി വണ്ടിത്താവളം റോഡ് മെച്ചപ്പെടുത്തൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. എന്നാൽ വിളയോടി ഭാഗത്തെ താമരക്കുളം പ്രദേശത്തെ കൾവർട്ട് നിർമ്മാണം വൈകുന്നത് വാഹനയാത്രാ പ്രശ്നം സൃഷ്ടിക്കുന്നതായി പരാതി. ഉടനെ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ഷീജ. താലൂക്ക് ആസ്ഥാനമായ ചിറ്റൂരിനെ വണ്ടിത്താവളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് അണിക്കോട് നിന്നും വണ്ടിത്താവളം വരെയുള്ള റോഡ്. ഏറെ വാഹനഗതാഗത പ്രാധാന്യമുള്ള റോഡാണിത്. റോഡിന്റെ ഗതാഗത പ്രാധാന്യം മനസ്സിലാക്കി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി MLA എന്ന നിലയിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് റോഡ് മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്തു. 7,50,00,000 രൂപ ചെലവിലാണ് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. 6 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നത്. BIM ആൻഡ് BC എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന സംവിധാനത്തിലാണ് റോഡിന്റെ ഉപരിതലം മെച്ചപ്പെടുത്തി ടാർ ചെയ്യുന്നത്. ഉപരിതലത്തിൽ ബലം കുറഞ്ഞ ഭാഗത്ത് എല്ലാം തന്നെ കരിങ്കൽ നിരത്തി ബലപ്പെടുത്തിയാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നത്. കൂടാതെ ബലക്ഷയം വന്ന കൾവർട്ടുകളെല്ലാം പൊളിച്ചുമാറ്റി പുതിയവ നിർമ്മിക്കുന്നു. എന്നാൽ വിളയോടി ഭാഗത്തെ കൾവർട്ട് നിർമ്മാണം വൈകിയത് പ്രദേശത്തെ ഗതാഗത പ്രശ്നം രൂക്ഷമാക്കുകയാണ്. നിലവിലെ കൾവർട്ട് പൊളിച്ചുമാറ്റി ബദൽ ഗതാഗത സംവിധാനം ഒരുക്കിയെങ്കിലും മഴയിൽ ആ ഭാഗം താഴുന്നത് ബസ്, ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസം നേരിടുകയാണ്. മഴ തുടർന്നാൽ ഇരുചക്ര വാഹനങ്ങളും കാറും ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതം ഇതുവഴി അപകടകരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിന് വശം നെൽവയലായതിനാൽ നെൽവയലിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് താൽക്കാലിക റോഡ് താഴുന്നതിനിടയാക്കി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് കൾവർട്ട് പൊളിച്ചുമാറ്റിയതെന്നും കൾവർട്ടിന്റെ ഒരു ഭാഗം ഉടനെ പണി പൂർത്തിയാക്കി അതിലൂടെ ഗതാഗതം ക്രമീകരിച്ച് മറുഭാഗം നിർമ്മാണ പ്രവൃത്തി ചെയ്ത് മഴ കനക്കുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് പെരുമാട്ടി പഞ്ചായത്ത് 3-ാം വാർഡ് പ്രദേശമായ വിളയോടിയിലെ പഞ്ചായത്ത് അംഗം ഷീജ പറഞ്ഞു. നമ്മളിപ്പോൾ റോഡ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഓൾറെഡി ഈ പാലം ഒന്ന് താന്നിരുന്നു. അതുകൊണ്ട് ബസ്സുകൾക്കും വാഹനങ്ങൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഫണ്ട് വെച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ചിറ്റൂർ മുതൽ വണ്ടിത്താവളം വരെയാണ് റോഡ് പണി തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കലുങ്ക് ഇത് വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ പാലം പൊളിച്ച് പണിത് പാലം വാർത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് കൂടെ നമുക്ക് വണ്ടി വിടാം. അപ്പോൾ നമുക്കത് തടസ്സമില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് കൂടെ നമ്മളൊരു റോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോഡ് ഫില്ല് ചെയ്തിട്ട് സൈഡിലൂടെ ചെറുവണ്ടികൾക്ക് പോകാം. ബസ്സാണിപ്പോൾ നമുക്കൊരു മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി പറയുന്നത് ബസ് കടത്തിവിടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പാടമായതുകൊണ്ട് വെള്ളം ഇന്നലത്തെ മഴയിൽ വെള്ളം നിറച്ചായിരുന്നു ഈ പാടത്ത്. പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് മറ്റുള്ള കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമുക്ക് ചോദിച്ചിട്ട് എന്താണെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.